നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. ഇറാനിലെ നഗരങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയ ഇസ്രായേൽ കപ്പലുകൾക്ക് ചെങ്കടലിൽ നിരോധനം ഏർപ്പെടുത്തി ഹൂതികൾ. ആക്രമണങ്ങൾക്കിടെ ഒമാൻ തീരത്ത് ഇന്ത്യൻ കപ്പലിന് തീപിടിച്ചു. കപ്പലിലെ 24 ജീവനക്കാരും സുരക്ഷിതർ. ദുബായ് എമിറേറ്റ്സ് റോഡിൽ വാഹനാപകടം, 8 മരണം, മരിച്ചവരിൽ 6 പേർ ഇന്ത്യക്കാർ. 8 പേർക്ക് പരിക്കേറ്റു, 5 പേരുടെ നില ഗുരുതരം. അപകടമുണ്ടായത് റോഡിൽ നിന്ന് ട്രക്കിൽ മിനി ബസ് ഇടിച്ച്. സംസ്ഥാനത്ത് മഴ ശക്തം, വ്യാപക കെടുതി. മലപ്പുറത്ത് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കിണറിടിഞ്ഞ് പാലക്കാട് 1 മരണം. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഷിഗല്ല ആശങ്കയിൽ സംസ്ഥാനം 21 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇന്ത്യ മുന്നണി യോഗത്തിൽ കോൺഗ്രസിനെതിരെ വിമർശനം. DMK വിഷയത്തിലും പിണറായിക്കെതിരായ പരാമർശങ്ങളിലും എതിർപ്പ് അറിയിച്ച് പാർട്ടികൾ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യം ശക്തമാക്കും. വിലക്കയറ്റം ചർച്ച ചെയ്യാൻ കേന്ദ്രം സർവകക്ഷി യോഗം വിളിക്കണമെന്ന് ഇന്ത്യ സഖ്യം. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റിൽ ഇന്ത്യക്ക് ചരിത്ര വിജയം. ഒരു ഇന്നിംഗ്സിനും 300 റൺസിനും തോൽപ്പിച്ചു. 2ാം ഇന്നിംഗ്സിൽ അഫ്ഗാൻ 112 പുറത്ത്. ടെസ്റ്റിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം. ദുബായ് എമിറേറ്റ്സ് റോഡിൽ വാഹനാപകടത്തിൽ 8 പേർ മരിച്ചു. മരിച്ചവരിൽ 6 പേർ ഇന്ത്യക്കാരാണ്. മറ്റു 2 പേർ നേപ്പാൾ, ശ്രീലങ്ക സ്വദേശികളാണ്. പരിക്കേറ്റ് ചികിത്സയിലുള്ള 8 പേരിൽ 2 പേർ ഇന്ത്യക്കാരാണ്. ദുബായിലെ എമിറേറ്റ്സ് റോഡിലാണ് ഇന്ന് ഉച്ചയോടെ ഈ ദാരുണമായ സംഭവം നടന്നത്. സാങ്കേതിക തകരാറ് മൂലം റോഡിൽ നിന്ന് പോയൊരു ട്രക്കിലേക്കാണ് മിനി ബസ് ഇടിച്ചു കയറിയത്. അപകടത്തിൽ 8 പേർ മരിച്ചതായിട്ടാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിൽ 6 പേര് ഇന്ത്യക്കാരാണെന്നാണ് സൂചന. അതുപോലെ തന്നെ 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതാനും പേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മിനി ബസ് ഡ്രൈവറുടെ ശ്രദ്ധക്കുറവും മുൻപിലുള്ള വാഹനവുമായി സുരക്ഷിതമായ അകലം പാലിക്കാതിരുന്നതുമാണ് അപകടത്തിന്റെ ആഘാതം ഇത്രത്തോളം വർദ്ധിപ്പിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. പരിക്കേറ്റ എല്ലാവരെയും ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക് ഡയറക്ടർ ബ്രിഗേഡിയർ ജുമാ സലേം ബിൻ സുവൈദാൻ പറഞ്ഞു. അതേസമയം അപകടത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ദുബായിലെ എമിറേറ്റ്സ് റോഡിലാണ് ഇന്ന് ഉച്ചയോടെ ഈ ദാരുണമായ സംഭവം നടന്നത്. സാങ്കേതിക തകരാറ് മൂലം റോഡിൽ നിന്ന് പോയൊരു ട്രക്കിലേക്കാണ് മിനി ബസ് ഇടിച്ചു കയറിയത്. അപകടത്തിൽ 8 പേർ. കൂടുതൽ വിശദാംശങ്ങളുമായി ജെറിൻ ചേരുന്നുണ്ട്. ജെറിൻ, ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ, പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? ഏതെങ്കിലും മണിക്കൂറുകൾ ആയിട്ടുണ്ടല്ലോ ഈ അപകടം നടന്നിട്ട്. സാങ്കേതികപരമായി ഉണ്ടായ ഒരു അപകടമാണ്, പക്ഷേ അശ്രദ്ധക്കുറവുണ്ടായെന്നാണല്ലോ അധികൃതർ പറയുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? രാജേഷ്, ദുബായ് എമിറേറ്റ്സ് റോഡിലാണ് ഈ മിനി ബസ് അപകടത്തിൽപ്പെട്ടത്. നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിന്നിലേക്ക് ജീവനക്കാരുമായി സഞ്ചരിച്ചിരുന്ന മിനി ബസ് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ മിനി ബസ് പൂർണ്ണമായും തകരുകയും ചെയ്തു. ദാരുണമായ അപകടത്തിൽ 8 പേർ മരിച്ചതിൽ 6 പേർ ഇന്ത്യക്കാരാണെന്ന് ദുബായ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റു 2 പേർ നേപ്പാൾ, ശ്രീലങ്ക സ്വദേശികളാണ്. അപകടത്തിൽപ്പെട്ടത് ദുബായിലെ ഒരു സ്വകാര്യ സാങ്കേതിക കമ്പനിയിലെ തൊഴിലാളികളാണെന്നും ദുബായ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. മരിച്ച ഇന്ത്യക്കാരിൽ 3 പേർ ഹൈദരാബാദ് സ്വദേശികളും 2 പേർ ഉത്തർപ്രദേശുകാരും ഒരാൾ പഞ്ചാബ് സ്വദേശിയുമാണ്. അപകടത്തിൽ പരിക്കേറ്റ 8 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇതിൽ 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നും ദുബായ് പോലീസ് അറിയിച്ചു. അപകടത്തിൽ മലയാളികൾ ആരുമില്ലെന്നാണ് നിലവിലെ ലഭ്യമായ വിവരം. രാജേഷ്, ജെറിനാണ് വിശദാംശങ്ങൾ നൽകിയത്. സമാധാന ചർച്ചകൾക്കിടെ വീണ്ടും പശ്ചിമേഷ്യ സംഘർഷഭരിതമാണ്. ഇറാന്റെ സുപ്രധാന നഗരങ്ങൾ ആക്രമിച്ച് ഇസ്രായേൽ പ്രകോപിപ്പിച്ചാൽ മാത്രം ഇനിയും ആക്രമണമെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം തുടർന്നാൽ അന്തിമ സമാധാന ചർച്ചകളെ ബാധിക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു. യുദ്ധം അടിയന്തരമായി നിർത്തണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. ഏപ്രിൽ 8 നിലവിൽ വന്ന വെടിനിർത്തലിന് ശേഷം ഇസ്രയേലിനും ഇറാനുമിടയിൽ പുതിയ പോർമുഖം തുറന്നതിനിടെയാണ് ട്രംപിന്റെ പ്രതികരണം. ഇസ്രയേലും ഇറാനും അടിയന്തരമായി വെടിവെപ്പ് നിർത്തണമെന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് നിലപാട് വ്യക്തമാക്കി. ഇരുപക്ഷവും ഉടനടി ഒരു വെടിനിർത്തലിനായി ആഗ്രഹിക്കുന്നുവെന്നും സമാധാനത്തിനായുള്ള അന്തിമ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ട്രംപ് പ്രതികരിച്ചു. ഒരു അന്തിമ കരാറിൽ എത്തുന്നതുവരെ ഉപരോധം പൂർണ്ണമായും നിലനിൽക്കും. കാര്യങ്ങൾ വേഗത്തിൽ നീങ്ങണമെന്നും ട്രംപ് പറഞ്ഞു.
അതേസമയം പുലർച്ചെ ഇറാന്റെ മധ്യ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതിനുള്ള പ്രത്യാക്രമണമായിരുന്നു ഇറാൻ നടത്തിയത്. ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളും പെട്രോകെമിക്കൽ കോംപ്ലക്സുമാണ് ലക്ഷ്യം വെച്ചതെന്ന് ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചപ്പോൾ 2 സൈനിക താവളങ്ങളാണ് ലക്ഷ്യമിട്ടതെന്ന് ചൂണ്ടിക്കാട്ടി ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇറാനും ഏറ്റെടുത്തു. ഇസ്രയേൽ കപ്പലുകൾക്ക് ചെങ്കടലിൽ പൂർണ്ണ നിരോധനം പ്രഖ്യാപിച്ച് യമനിലെ ഹൂതി സായുധ സംഘവും രംഗത്ത് വന്നു. ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇറാന്റെ മിസൈലുകൾ തകർത്തത്. ഇത് വലിയ സ്ഫോടന ശബ്ദങ്ങൾക്കും ഇടയാക്കിയിരുന്നു. ആക്രമണത്തിൽ ആളപായം ഉണ്ടായിട്ടില്ല എന്നാണ് ഇസ്രയേൽ അധികൃതർ അറിയിച്ചത്. അതേസമയം ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളിൽ നിന്നുണ്ടാകുന്ന എല്ലാ പ്രത്യാഘാതങ്ങൾക്കും അമേരിക്ക ഉത്തരവാദികളായിരിക്കുമെന്ന് ഇറാൻ വക്താവ് പ്രതികരിച്ചു. എന്നാൽ അമേരിക്കൻ സൈനികർക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഇറാനെതിരെ വീണ്ടും പൂർണ്ണതോതിലുള്ള യുദ്ധം ആരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ മുന്നറിയിപ്പ് നൽകി. ലെബനനെ ആക്രമിച്ചതിന് മറുപടിയായാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത്. US-ഉമായി സമാധാന കരാർ സാധ്യമാകണമെങ്കിൽ ലെബനനെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഇറാന്റെ നിലപാട്. US-ന്റെ നിർദ്ദേശം അവഗണിച്ചാണ് ഇസ്രായേൽ ആക്രമിച്ചതെന്നാണ് ഇറാന്റെ വാദം. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം കടുത്തതോടെ വിവിധ രാജ്യങ്ങൾ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഹോർമുസ് കടലിടുക്കിന് സമീപം ഒമാൻ തീരത്ത് ഇന്ത്യൻ കപ്പലിന് തീപിടിച്ചു. ഇന്ധന ടാങ്കർ കപ്പലിനാണ് തീപിടിച്ചത്. 24 ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ജീവനക്കാരെല്ലാം സുരക്ഷിതരെന്ന് മന്ത്രാലയം അറിയിച്ചു. ചരക്ക് കപ്പൽ മാരിവിക്സിനാണ് തീപിടുത്തമുണ്ടായത്. ആക്രമണത്തിലാണ് കപ്പലിന് തീപിടിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മാസപ്പടി കേസിൽ രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. SFIO ശേഖരിച്ച 134 രേഖകൾ കൈമാറാനാണ് നിർദ്ദേശം. CMRലെ എതിർപ്പ് കോടതി തള്ളി. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ശേഖരിച്ച രേഖകളും വിവരങ്ങളും വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു. ഇതിലാണ് EDക്ക് അനുകൂലമായ വിധിയുണ്ടായിരിക്കുന്നത്. EDയുടെ അപേക്ഷയെ CMRL എതിർത്തിരുന്നു. രേഖകൾ വിട്ടു നൽകരുതെന്നായിരുന്നു CMRLന്റെ ആവശ്യം. ഇത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതി തള്ളി. നേരത്തെ CMRL എക്സാലോജി കേസിൽ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ EDക്ക് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിർണായക ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. വീണയും CMRലും തമ്മിലുണ്ടാക്കിയ 2016 കരാർ, എക്സാലോജിക്കും CMRലും 2017 ഉണ്ടാക്കിയ കരാർ എന്നിവയുടെ പൂർണ്ണ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. എക്സാലോജി കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, വീണയുടെ IT റിട്ടേൺ വിശദാംശങ്ങളടക്കം 54 ഭാഗങ്ങളായുള്ള 134 രേഖകൾ EDക്ക് കോടതി അനുമതി നൽകിയോടെ ലഭിക്കും. CMRലും എക്സാലോജിക്കും ഉൾപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED നടത്തുന്ന അന്വേഷണത്തിന് ഈ രേഖകൾ നിർണായകമാണ്. എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ലോൺ വിശദാംശങ്ങളും വീണയുടെ ലോൺ തിരിച്ചടവിന്റെ വിശദാംശങ്ങളും ED ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു. വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന EDയുടെ ഉന്നതതല യോഗത്തിലാണ് കോടതിയെ സമീപിച്ച് രേഖകൾ ഔദ്യോഗികമായി ആവശ്യപ്പെടാൻ ഉദ്യോഗസ്ഥർ തീരുമാനമെടുത്തത്. ED ഡയറക്ടർ രാഹുൽ നവീൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കേസിനെ രാഷ്ട്രീയമായി നേരിടാൻ CPM തീരുമാനിച്ചതോടെ നിയമപരമായി പഴുതുകളടച്ച അന്വേഷണത്തിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. തെറ്റിദ്ധരുത്താനും വർഗീയക്കെതിരായ പോരാട്ടം ശക്തമാക്കാനും CPM സംസ്ഥാന നേതൃയോഗത്തിൽ തീരുമാനം. കണ്ണൂരിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം തെറ്റുപറ്റിയെന്ന് സമ്മതിച്ച MV ഗോവിന്ദൻ. പ്ലീനം ഉടൻ വിളിക്കില്ല. ഓഗസ്റ്റിൽ വിശാല സംസ്ഥാന കമ്മിറ്റി ചേരും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടിൽ വെള്ളാപ്പള്ളിക്കെതിരായ വിമർശനം കൂടുതൽ കടുപ്പിക്കണമെന്നും സംസ്ഥാന സമിതി നിർദ്ദേശിച്ചു. ചരിത്രപരമായ തോൽവി ഏറ്റുവാങ്ങി പാർട്ടി നിൽക്കുമ്പോഴാണ് സംസ്ഥാന നേതൃയോഗം ചേർന്നത്. ലോക്കൽ കമ്മിറ്റികൾ വരെ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച വേളയിൽ തോൽവിയുടെ കാര്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ വെച്ചു. തെറ്റുപറ്റിയെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഏറ്റുപറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം വീഴ്ച പറ്റിയെന്നും അതിന് ജില്ലാ സംസ്ഥാന ഘടകങ്ങൾക്കും ഒരുപോലെ പങ്കുണ്ടെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. ഏരിയ കമ്മിറ്റി വരെ നടന്ന ചർച്ചകൾ ക്രോഡീകരിച്ചാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇതിൽ വെള്ളാപ്പള്ളി നടേശനെതിരായ വിമർശനം കൂടുതൽ കടുപ്പിക്കണമെന്ന് സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു. വർഗീയതയ്ക്കെതിരെ ഒഴുക്കൻ മട്ടിലുള്ള വിമർശനമല്ല വേണ്ടത്, ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു. എല്ലാത്തരം വർഗീയതയെയും ശക്തമായി എതിർക്കും. മുസ്ലിം ലീഗിന്റെ സമീപനം തുറന്നുകാട്ടാനും തീരുമാനം. അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ പ്ലീനം വിളിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. എന്നാൽ വിശാല സംസ്ഥാന കമ്മിറ്റി ചേരും. ഓഗസ്റ്റിലാണ് യോഗം ചേരുക. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ വിശാല സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്വകാര്യത ലംഘിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നവർക്കെതിരെ കർശന മുന്നറിയിപ്പുമായി കേരള പോലീസ്. അനുമതിയില്ലാതെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് നിയമ നടപടികൾക്ക് കാരണമാകാം. ഇത് 3 വർഷം
വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണെന്ന് പോലീസ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചു. മറ്റൊരാളുടെ ജീവിതത്തിലേക്കും സ്വകാര്യതയിലേക്കും അനുമതിയില്ലാതെ മൊബൈൽ ക്യാമറകൾ കൊണ്ടുചെല്ലുന്നത് സമൂഹത്തിൽ വ്യാപകമായി വിമർശിക്കപ്പെടുകയും പ്രതിഷേധമുയരുകയും ചെയ്യുമ്പോഴാണ് മുന്നറിയിപ്പുമായി കേരള പോലീസ് എത്തുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലികമാണെന്ന് ഓർമ്മ വേണമെന്നും ഒരാളുടെ അനുമതിയില്ലാതെ അയാളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് നിയമ നടപടികൾക്ക് കാരണമാകുമെന്നും പോലീസ് അറിയിച്ചു. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ 66E പ്രകാരം സ്വകാര്യത ലംഘിച്ച് ചിത്രങ്ങളോ വീഡിയോയോ പകർത്തിയാൽ 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴവും ലഭിക്കാവുന്ന കുറ്റമാണെന്ന് പോലീസ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചു. നടൻ സലിംകുമാറിന്റെ സംസ്കാരവേളയിലുണ്ടായ സംഭവങ്ങൾ സിനിമാ മേഖലയിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും വലിയ വിമർശനമാണ് നേരിട്ടത്. Wait a minute, he's absolutely smashed that, but hold on, there's a drone in the air. Oh my goodness, the ball has hit the drone. Both are coming down. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച കൂടുതൽ പേരെ SIT വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. DYFI നേതാവായിരുന്ന റിബേഷ് രാമകൃഷ്ണൻ ഉൾപ്പെടെ 3 പേരെ ഇന്ന് ചോദ്യം ചെയ്തിരുന്നു. സ്ക്രീൻഷോട്ടിൻ്റെ ഉറവിടത്തെക്കുറിച്ച് ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ലെന്നാണ് സൂചനകൾ. അതേസമയം യഥാർത്ഥ പ്രതികളിലേക്ക് ഉടൻ എത്തുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യമായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണൻ, അമ്പാടിമുക്ക് സഖാക്കൾ ഫേസ്ബുക്ക് പേജ് അഡ്മിൻ മനേഷ്, റെഡ് ബറ്റാലിയൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അംഗമായ അതുൽ എന്നീ 3 പേരെയാണ് ഇന്ന് SIT ചോദ്യം ചെയ്തത്. വടകര ക്രൈംബ്രാഞ്ച് ഓഫീസിൽ രാവിലെ മുതൽ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തവരെ ചോദ്യം ചെയ്തു വരികയാണെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും SP പറഞ്ഞു. സ്ക്രീൻഷോട്ട് ആര് നിർമ്മിച്ചെന്നതിനെക്കുറിച്ച് പറയാൻ ഇവർ തയ്യാറായില്ലെന്നാണ് വിവരം. കേസിലെ കാര്യങ്ങൾ വാർത്താസമ്മേളനം വിളിച്ചു പറയുമെന്നായിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യത്തിന് റിബേഷ് രാമകൃഷ്ണൻ നൽകിയ മറുപടി. അതേസമയം SIT ഹാജരാകാൻ നോട്ടീസ് നൽകിയതിന് പിന്നാലെ ആരോപണ വിധേയനായ റിബേഷ് രാമകൃഷ്ണൻ DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതായാണ് വിവരം. കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിഞ്ഞതെന്നും വിവരമുണ്ട്. നേരത്തെ മുൻ അന്വേഷണ സംഘവും റിബേഷിലാണ് അന്വേഷണം അവസാനിപ്പിച്ചിരുന്നത്. റിബേഷ് സ്ക്രീൻഷോട്ട് ഉറവിടത്തെക്കുറിച്ച് പറയാൻ അന്നും സഹകരിച്ചിരുന്നില്ല. SIT വന്നതിന് പിന്നാലെ DYFI തിരുവള്ളൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കറിലാണ് അന്വേഷണം ആദ്യമെത്തിയത്. CPM അനുകൂല വാട്സ്ആപ്പ് ഗ്രൂപ്പായ വടകര സ്ക്വാഡിൽ നിന്നാണ് സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിപ്പിച്ചതെന്നായിരുന്നു SITയുടെയും കണ്ടെത്തൽ. റിബേഷിന് ജിതിനിൽ നിന്നാണ് ഇത് ലഭിച്ചതെന്നായിരുന്നു സൂചന. SITക്ക് മുന്നിൽ ഹാജരായ ഇവരെല്ലാം ഉറവിടത്തെക്കുറിച്ച് വിട്ടുപറയാൻ തയ്യാറായിട്ടില്ലെന്നാണ് വിവരം. അതേസമയം വടകര സ്ക്വാഡിലെ വിവിധ ഗ്രൂപ്പ് അംഗങ്ങളെ കൂടി വരും ദിവസം ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമെന്നാണ് സൂചനകൾ. അമൃത ന്യൂസ്, കോഴിക്കോട്. KSRTCയിൽ സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ യാത്ര ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രം. 100 ദിവസത്തെ ലാഭനഷ്ട കണക്കുകളുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും മറ്റ് ബസ്സുകളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കുക. സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ആശങ്ക KSRTCക്ക് വേണ്ട എന്നും ജൂൺ 15 തന്നെ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി CP ജോൺ പറഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നിർണായകമായ തീരുമാനം. ജൂൺ 10 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാകും പദ്ധതി നടപ്പിലാക്കുക. 100 ദിവസം പദ്ധതി നിരീക്ഷിക്കും. ഈ ദിവസത്തെ സൗജന്യ യാത്രയുടെ ലാഭനഷ്ടക്കണക്ക് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും. അതിനുശേഷമായിരിക്കും 2ാം ഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും മറ്റു മാനദണ്ഡങ്ങളില്ലാതെ പദ്ധതിയുടെ ഭാഗമാകാം. ആശങ്ക KSRTCക്ക് വേണ്ട. അത് കൃത്യമായൊരു മോഡൽ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഫിനാൻസ് സെക്രട്ടറി, അതുപോലെ തന്നെ KSRTC MDയും ബന്ധപ്പെട്ട ഓഫീസർമാരെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. KSRTC ജീവനക്കാർക്കോ അല്ലെങ്കിൽ KSRTCയെ കുറിച്ച് ചിന്തിക്കുന്ന നമ്മുടെ ആളുകൾക്കോ ഒരാശങ്ക ആവശ്യമില്ല. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതിൽ സ്ത്രീകൾ തമ്മിൽ യാതൊരു വ്യത്യാസങ്ങളുണ്ടാവില്ല. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഉദ്യോഗസ്ഥരെന്നോ അങ്ങനെയൊന്നുള്ള വ്യത്യാസം, APL BPL വ്യത്യാസങ്ങളൊന്നുമില്ല. ഏത് സെക്ടറിലാണോ കൊടുക്കുന്നത് അത് പൂർണ്ണമായും സ്ത്രീകൾക്കുള്ളതായിരിക്കും. ഓർഡിനറി ബസ്സിൽ മാത്രം സൗജന്യ യാത്ര അനുവദിച്ചാൽ വർഷം 712 കോടിയോളം രൂപ KSRTCക്ക് നഷ്ടമുണ്ടാകുമെന്നാണ് കണക്ക്. അധിക ബാധ്യത KSRTCക്ക് സർക്കാർ നൽകും. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി പണം നൽകാനാണ് ആലോചന. അതേസമയം മലബാർ മേഖലകളിൽ ഓർഡിനറി ബസ്സുകളുടെ എണ്ണത്തിലുള്ള കുറവ് പദ്ധതിയെ ബാധിക്കുമോ എന്നും ആശങ്കയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ഡൽഹിയിൽ നടന്ന പ്രതിപക്ഷ സഖ്യ യോഗത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം. മുന്നണി മര്യാദ പാലിക്കാതെയുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ പല സംസ്ഥാനങ്ങളിലും തിരിച്ചടി ഉണ്ടാക്കിയതായി അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വിമർശിച്ചു. മമതാ ബാനർജി ഉൾപ്പെടെ 24 പാർട്ടികളുടെ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. സഖ്യത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി 2 മാസം കൂടുമ്പോൾ യോഗം ചേരാനും തീരുമാനമായി. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉയർന്നത്. തമിഴ്നാട്ടിൽ കോൺഗ്രസ് കാണിച്ച വഞ്ചനയാണ് DMK പ്രതിപക്ഷ മുന്നണിയിൽ നിന്നും വിട്ടുനിൽക്കാൻ കാരണമെന്നും DMKയെ തിരികെ എത്തിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സംസ്ഥാനങ്ങളിൽ മുന്നണി മര്യാദ പാലിക്കാതെയുള്ള കോൺഗ്രസിന്റെ പെരുമാറ്റം തിരിച്ചടിയുണ്ടാക്കിയതായി അഖിലേഷ് യാദവ്, തേജസ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വിമർശിച്ചു. എല്ലാ വിമർശനങ്ങളും ഉൾക്കൊള്ളുന്നതായും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും യോഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രതിപക്ഷ സഖ്യത്തിന്റെ ഏകോപനത്തിനായി 2 മാസം കൂടുമ്പോൾ യോഗം ചേരുമെന്നും അടുത്ത യോഗം ഹൈദരാബാദിലായിരിക്കുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ അറിയിച്ചു. इंडिया गठबंधन के सभी दल प्रत्येक 2 माह में बैठक करेंगे. अगली बैठक अगस्त माह में हैदराबाद में आयोजित की जाएगी. 5वां मानसून सत्र के दौरान संसदीय समन्वय जारी रहेगा और प्रतिदिन प्रातःकाल माननीय नेता प्रतिपक्ष उनके कार्यालय में समन्वय बैठक आयोजित की जाएगी. നീറ്റ് CBSE പരീക്ഷകളിലെ ക്രമക്കേടുകളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടുക, SIRൽ ചീഫ് ജസ്റ്റിസിന് കത്തയക്കുക തുടങ്ങി 5 വിഷയങ്ങളിൽ പൊതു തീരുമാനമെടുത്താണ് യോഗം അവസാനിപ്പിച്ചത്. DMKയും ആം ആദ്മിയും മുന്നണി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ ഇതുവരെ പ്രതിപക്ഷ സഖ്യത്തോട് അകലം പാലിച്ചിരുന്ന മമതാ ബാനർജി യോഗത്തിനെത്തിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അന്തരിച്ച നടൻ സലീം കുമാറിൻ്റെ വേർപാട് വ്യക്തിപരമായി മലയാള സിനിമയ്ക്കും വലിയ നഷ്ടമാണെന്നും അദ്ദേഹത്തിൻ്റെ മടക്കം വലിയൊരു ശൂന്യതയാണ് അവശേഷിപ്പിച്ചതെന്നും സംവിധായകൻ ലാൽ ജോസ്. സിനിമയ്ക്ക് അപ്പുറമുള്ള വ്യക്തിപരമായ ബന്ധമാണ് സലീമുമായി തനിക്ക് ഉണ്ടായിരുന്നതെന്നും ലാൽ ജോസ് ദുബായിൽ പറഞ്ഞു. കൂട്ടുകാരനായിരുന്നു. ഞങ്ങൾ തമ്മിൽ 12ഓളം സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുടുംബവും സലീമിൻ്റെ കുടുംബവും നല്ല അടുപ്പമുണ്ട്. വളരെ അടുത്ത കൂട്ടുകാരനായിരുന്നു. എന്നേക്കാൾ പ്രായം കുറവായിരുന്നു. പക്ഷെ അവനെൻ്റെ ഒരു കാരണവരെ പോലെയാണ് എന്നോട് പെരുമാറുക. എന്നെ ഉപദേശിക്കുകയും എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്യുക. ഞാനും തിരിച്ച് ചീത്ത പറയേണ്ട സമയങ്ങളിൽ ചീത്ത പറയുകയും ചിരിക്കേണ്ട സമയത്ത് ചിരിക്കുകയും. നമ്മളൊരു ഡിപ്രസ്ഡായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയത്താണ് സലീമിനെ കണ്ടുമുട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടിച്ചിരിച്ച് സന്തോഷവാനായി വളരെ പോസിറ്റീവ് എനർജി സ്വീകരിച്ചിട്ടാണ് ആ വീട്ടിൽ നിന്ന് പോവുക. അവൻ തന്നിട്ടുള്ള സമൂഹ മാധ്യമങ്ങളുടെയും മൊബൈൽ ക്യാമറകളുടെയും ദുരുപയോഗത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച സംവിധായകൻ ലാൽ ജോസ് എല്ലാവർക്കും വ്യക്തിപരമായ സ്പേസ് ഉണ്ടെന്നും അത് മാനിക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു മൊബൈലുമായി ചിലർ എവിടെയും കയറി ചെല്ലുകയാണ്. ഇതിന് നിയന്ത്രണങ്ങൾ വേണം. ആവശ്യമെങ്കിൽ ലൈസൻസ് സംവിധാനമോ നിയമനിർമ്മാണമോ ആലോചിക്കണം, ലാൽ ജോസ് അഭിപ്രായപ്പെട്ടു. എല്ലാ സ്ഥലത്തും വ്യക്തിപരമായ സ്പേസിന് വലിയ വാല്യൂ ഉണ്ട്. അപ്പോൾ ഒരു ക്യാമറയുമായിട്ട് നിങ്ങളൊരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ അനുവാദം മേടിക്കേണ്ടതുണ്ട്. അനുവാദമില്ലാതെ നിങ്ങൾക്ക് കയ്യിൽ ക്യാമറയുണ്ട്, നിങ്ങൾ ജേർണലിസ്റ്റുകളാണെന്ന് പറഞ്ഞിട്ട് എവിടെയും ചെന്ന് കയറാം എന്നുള്ള ഒരു ധാരണയൊക്കെ തെറ്റാണ്. സൗദിയിലെ ജിദ്ദയിൽ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ജിദ്ദ നഗരസഭ അടിയന്തര ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു. ജിദ്ദയിലെ ഗുലൈൽ മേഖലയിൽ തകർച്ചാ ഭീഷണി നേരിടുന്ന 129 കെട്ടിടങ്ങൾ ഒഴിപ്പിക്കുന്നതിന് നഗരസഭ ഔദ്യോഗികമായി നോട്ടീസ് നൽകി തുടങ്ങി. അടിയന്തര ദുരന്ത നിവാരണ ജനറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള പ്രത്യേക ദൗത്യസംഘം പരിശോധനകൾ പൂർത്തിയാക്കി നോട്ടീസ് പതിക്കുന്ന നടപടികൾ ആരംഭിച്ചതായി നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. മറ്റ് ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളുമായി ഏകോപിപ്പിച്ച് നിയമപരമായ തുടർ നടപടികൾ വേഗത്തിലാക്കുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു ഈ പ്രക്രിയ. സൗദിയുടെ സുരക്ഷ ശക്തമാക്കുന്നതിനും രാജ്യത്തെ ലഹരി മാഫിയകളിൽ നിന്നും സംരക്ഷിക്കുന്നതിനുമായി സുരക്ഷാ പരിശോധനകൾ അതിശക്തമാക്കി. വിവിധ അതിർത്തികൾ കേന്ദ്രീകരിച്ച സൗദി സക്കാത്ത് ആൻഡ് കസ്റ്റംസ് അതോറിറ്റി റിയാദിലെ പ്രത്യേക റോഡ് സുരക്ഷാ സേനയും നടത്തിയ നീക്കങ്ങളിലൂടെ വൻ നിരോധിത വസ്തുക്കളുടെ ശേഖരം പിടികൂടി. രാജ്യത്തെ വിവിധ കര, നാവിക, വ്യോമ അതിർത്തികൾ വഴി കടത്താൻ ശ്രമിച്ച 686 നിരോധിത വസ്തുക്കളാണ് ഒറ്റയാഴ്ചയ്ക്കുള്ളിൽ സൗദി കസ്റ്റംസ് പിടിച്ചെടുത്തത്. പിടികൂടിയവയിൽ ഹാഷിഷ്, കൊക്കൈൻ, ഹെറോയിൻ, മെത്താഫെറ്റാമിൻ, ക്യാപ്റ്റഗൺ ഗുളികകൾ തുടങ്ങിയ 82 വ്യത്യസ്ത തരം മയക്കുമരുന്നുകളും മറ്റ് 323 നിരോധിത ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുന്നു.
കുവൈറ്റിൽ 319 പ്രവാസികളുടെ താമസ വിലാസം റദ്ദാക്കിയതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ വകുപ്പ് ഔദ്യോഗിക ഗസറ്റായ കുവൈറ്റ് ടുഡേ വഴിയാണ് അധികൃതർ ഇക്കാര്യം അറിയിച്ചത്. കെട്ടിട ഉടമകളുടെ ഔദ്യോഗിക അഭ്യർത്ഥന പ്രകാരമോ അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയതുകൊണ്ടോ ആണ് ഈ വിലാസങ്ങൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. താമസവിലാസം റദ്ദാക്കപ്പെട്ട വ്യക്തികൾ 30 ദിവസത്തിനകം തങ്ങളുടെ പുതിയ താമസ സ്ഥല വിലാസം ആവശ്യമായ രേഖകൾ സഹിതം രജിസ്റ്റർ ചെയ്യണമെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ ഓഫീസിൽ നേരിട്ടെത്തിയോ അല്ലെങ്കിൽ സഹൽ ആപ്ലിക്കേഷൻ വഴിയോ വിലാസം മാറാൻ സാധിക്കും. അല്ലാത്തപക്ഷം ഒരാൾക്ക് 100 കുവൈറ്റ് ദിനാർ പിഴ അടയ്ക്കേണ്ടി വരും. കുവൈറ്റിൽ കടുത്ത വേനൽച്ചൂടിൽ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഉച്ചസമയത്തെ പുറം ജോലി നിരോധനം കർശനമായി നടപ്പിലാക്കുമെന്നും നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി പ്രത്യേക പരിശോധനാ സംഘത്തെ അയച്ചിട്ടുണ്ടെന്നും പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിച്ചു. നിയമം ലംഘിച്ചാൽ ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കും. നിയമലംഘനം തിരുത്തുന്നതുവരെ കമ്പനിയുടെ ഫയൽ സസ്പെൻഡ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾ 24936192 എന്നീ നമ്പറിൽ പരിശോധനാ സംഘത്തെ അറിയിക്കണമെന്ന് അതോറിറ്റി അഭ്യർത്ഥിച്ചു. തൊഴിലാളികളെ കടുത്ത ചൂടിൽ നിന്നും സംരക്ഷിക്കുകയും തൊഴിൽ സ്ഥല സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ. 6 മാസത്തിലധികം കാലം നാട്ടിൽ കഴിഞ്ഞുവെന്ന കാരണം ചൂണ്ടിക്കാട്ടി എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ യാത്രാനുമതി നിഷേധിച്ച 10 യാത്രക്കാരിൽ ഒരാൾ ഇന്ന് കുവൈറ്റിൽ തിരിച്ചെത്തി. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി അനിൽകുമാറാണ് യാതൊരുവിധ നിയമപ്രശ്നങ്ങളുമില്ലാതെ കുവൈറ്റ് എയർവേസ് വിമാനം വഴി കൊച്ചിയിൽ നിന്നും കുവൈറ്റിലെത്തിയത്. ഈ മാസം 3-നാണ് അനിൽകുമാർ ഉൾപ്പെടെയുള്ള 10 പേർക്ക് കോഴിക്കോട് നിന്നും കുവൈറ്റിലേക്ക് പുറപ്പെടാനിരുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ യാത്രാനുമതി നിഷേധിച്ചത്. 6 മാസത്തിൽ കൂടുതൽ നാട്ടിൽ കഴിഞ്ഞതിനാൽ വിസ റദ്ദായതായും അതിനാൽ യാത്രാനുമതി നൽകാൻ കഴിയില്ല എന്നുമായിരുന്നു എയർ ഇന്ത്യ അധികൃതരുടെ നിലപാട്. എന്നാൽ പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് ഫെബ്രുവരി 28 വരെയുള്ള തീയതികളിൽ നാട്ടിൽ കഴിയുന്ന പ്രവാസികൾക്ക് സ്വാഭാവികമായി ലഭിക്കുന്ന 6 മാസത്തെ ഇളവിന് പുറമെ 3 മാസം അധിക ഇളവ് ലഭിക്കുമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു. തിരിച്ചയക്കപ്പെട്ട 10 യാത്രക്കാരും ഈ ഇളവിന് യോഗ്യരാണെന്നിരിക്കെയാണ് എയർ ഇന്ത്യ അധികൃതർ ഇവർക്ക് യാത്രാ അനുമതി നിഷേധിച്ചത്. കുവൈറ്റിലെ 6 ഗവർണറേറ്റുകളിലും വാണിജ്യ സ്ഥാപനങ്ങളുടെ ലൈസൻസുകളും പരസ്യ നിയമങ്ങളും പരിശോധിക്കുന്നതിനായി കുവൈറ്റ് മുനിസിപ്പാലിറ്റി ക്യാമ്പയിൻ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ഫർവാനിയ ഗവർണറേറ്റിലെ 27 കടകളിൽ നടത്തിയ പരിശോധനയിൽ 3 നിയമ ലംഘനങ്ങൾ കണ്ടെത്തുകയും 7 മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തതായി എഞ്ചിനീയറിംഗ് ഓഡിറ്റ് ആൻഡ് ഫോളോ അപ്പ് വകുപ്പ് ഡയറക്ടർ തലാൽ അൽ അസ്മി അറിയിച്ചു. നിയമ ലംഘകർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രവാസി സമൂഹത്തിൻ്റെ വിവിധ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങുന്ന നിവേദനം പ്രസിഡന്റ് ഹക്കീം പാറക്കലിൻ്റെ നേതൃത്വത്തിൽ നൽകുകയും ചെയ്തു. പ്രവാസികൾക്കായി ഒരു ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം, നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതി കൂടുതൽ പ്രയോജനകരമാക്കൽ, ക്ഷേമനിധി പദ്ധതി കൂടുതൽ പേർക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്ന ഇളവുകൾ വരുത്തിയുള്ള പരിഷ്കാരം, പെൻഷൻ തുക വർദ്ധിപ്പിക്കൽ, ലോക കേരള സഭയുടെ പ്രവർത്തനങ്ങൾ ഫലപ്രദമാക്കുക, പുനരധിവാസ പദ്ധതി, പ്രവാസി വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. മുഖ്യമന്ത്രിയെ സൗദി സന്ദർശനത്തിനായി ക്ഷണിക്കുകയും ചെയ്തു. OICC ഭാരവാഹികളായ അസ്ഹാബ് വർക്കല, നിസാമുദ്ദീൻ, അഷ്റഫ് അഞ്ചാലൻ, മുസ്തഫ ചേളാരി, ഷൗക്കത്ത് പരപ്പനങ്ങാടി തുടങ്ങിയവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ചടങ്ങിൽ OICC ബാലവേദി ഭാരവാഹി മുഹമ്മദ് അമാൻ എഴുതിയ ദ ഡ്രീം എന്ന പുസ്തകം മുഖ്യമന്ത്രിക്ക് സമ്മാനിച്ചു. മുഹമ്മദ് അമാനെ മുഖ്യമന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി പരിധിയിൽ നിന്നും ഈ വർഷം ഹജ്ജിനെത്തിയ തീർത്ഥാടകർക്ക് കൊണ്ടോട്ടി സെൻട്രൽ ജിദ്ദയും ജിദ്ദ തുറക്കൽ മഹൽ കമ്മിറ്റിയും സംയുക്തമായി ജിദ്ദയിൽ സ്വീകരണം നൽകി. ഗഫൂർ ചുണ്ടക്കാടന് അധ്യക്ഷത വഹിച്ചു. അഷ്റഫ് കോമു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയ സഫ വട്ടംപറമ്പൻ, ഇഷാൻ റിസ്മി, റജ ഫാത്തിം, ആമിന നിഹാം കൊമേരി എന്നിവരെ പുരസ്കാരം നൽകി ആദരിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും കാലവർഷം ശക്തമായി തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചത്. കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ റെഡ് അലർട്ട് പ്രവചിച്ചിരിക്കുന്നതിനാൽ മുൻകരുതൽ നടപടിയായാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചത്. പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICC, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് മഴക്കെടുതിയിൽ 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പാലക്കാട് കുഴൽമന്ദം
കുഴൽമന്ദത്ത് കിണറിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. കുഴൽമന്ദം സ്വദേശി രാംദാസ് ആണ് മരിച്ചത്. കിണർ വൃത്തിയാക്കുന്നതിനിടെ മണ്ണിടിയുകയായിരുന്നു. മലപ്പുറം ചെങ്ങരംകുളത്ത് വിദ്യാർത്ഥി തോട്ടിൽ വീണ് മരിച്ചു. ചേലക്കടവ് സ്വദേശി പടിഞ്ഞാറേ വളപ്പിൽ മുഹമ്മദിന്റെ മകൻ മുർഷാദാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വീടിന്റെ അടുത്തുള്ള പാടത്ത് മീൻ പിടിക്കുന്നതിനായി വല സ്ഥാപിച്ചിരുന്നു. മീൻ കുടുങ്ങിയോ എന്നറിയാൻ പുലർച്ചെ പോയതായിരുന്നു മുർഷാദ്. ശക്തമായ മഴയിൽ തിരുവനന്തപുരത്ത് പട്ടം ഗേൾസ് ഹൈസ്കൂളിൽ മതിൽ പൊളിഞ്ഞു വീണു. പിൻവശത്തെ ക്ലാസ് മുറികളോട് ചേർന്ന മതിലാണ് തകർന്നത്. തൃശൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് വീണ് മേൽക്കൂര തകർന്നു. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് പരാത്തുംകുളം കല്ലൂർ മഠത്തിൽ കൃഷ്ണറാവുവിന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. അപകടത്തിൽ വീടിന്റെ പിൻവശത്തെ ഷീറ്റിട്ട ഭാഗം പൂർണ്ണമായും തകർന്നു. കൊല്ലം പൂയപ്പള്ളിയിൽ വീടിന് മുകളിലേക്ക് പ്ലാവ് ഒടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ 6 വയസ്സുള്ള കുട്ടിക്ക് ഗുരുതര പരിക്കേറ്റു. ശക്തമായ കാറ്റിലും മഴയിലും മരുതൻമൺപള്ളി മിഷ്യൻ വിളയിൽ വടക്കുംകര മുകൾവിള വീട്ടിൽ അനിൽകുമാറിന്റെ വീടിന് മുകളിലേക്കാണ് പ്ലാവിന്റെ വലിയ മരക്കൊമ്പ് ഒടിഞ്ഞു വീണത്. അനിൽകുമാർ, ഭാര്യ സജിത, മക്കളായ ആദിൽ, അയണിക എന്നിവർക്കാണ് പരിക്കേറ്റത്. കോട്ടയം തൃക്കടിത്താനത്ത് വീടിന് മുകളിലേക്ക് മരം വീണു. തൃക്കടിത്താനം ആരമല സ്വദേശി ബിജി ബാബുവിന്റെ വീട്ടിലേക്കാണ് മരം വീണത്. പുരയിടത്തിലെ തേക്കും മാവിന്റെ കൊമ്പും ഉൾപ്പെടെയാണ് വീടിന് മുകളിലേക്ക് പതിച്ചത്. വീട്ടിൽ ആളുണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കേറ്റില്ല. അമൃത ന്യൂസ്, കോഴിക്കോട്. വയനാട് സുൽത്താൻ ബത്തേരിയിൽ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബസേലിയസ് സ്കൂളിലെ വിദ്യാർത്ഥികളായ 2 കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സമാന ലക്ഷണങ്ങളുള്ള 337 വിദ്യാർത്ഥികൾ സുൽത്താൻ ബത്തേരിയിലെ വിവിധ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കോളിയാടി മാർ ബസേലിയസ് സ്കൂളിലെ കുട്ടികൾക്ക് ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കായിക വാർത്തകൾ നോക്കാം. മുല്ലൻപൂർ ടെസ്റ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്നിംഗ്സിനും 300 റൺസിനും ഇന്ത്യക്ക് ജയം. 3-ാം ദിനം അഫ്ഗാൻ 2-ാം ഇന്നിംഗ്സിൽ 112 റൺസിന് പുറത്തായി. ഇന്ത്യയുടെ 1-ാം ഇന്നിംഗ്സ് സ്കോറായ 564 റൺസിന് മറുപടിയായി ആദ്യ ഇന്നിംഗ്സിൽ അഫ്ഗാനിസ്ഥാൻ 152 റൺസിന് ഓൾ ഔട്ടായിരുന്നു. 412 റൺസിൻ്റെ കൂറ്റൻ 1-ാം ഇന്നിംഗ്സ് ലീഡ് വഴങ്ങിയാണ് ഫോളോ ഓൺ ചെയ്തത്. 2-ാം ഇന്നിംഗ്സിൽ വാഷിംഗ്ടൺ സുന്ദർ 4 വിക്കറ്റും കുൽദീപ് യാദവ് 3 വിക്കറ്റും നേടി. 1-ാം ഇന്നിംഗ്സിൽ മാനവ് സുധാർ 6 വിക്കറ്റും നേടിയിരുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.